ഹായ് കുട്ടികളെ, എന്തൊരു വിശേഷങ്ങൾ സ്വന്തനല്ലേ. നമ്മൾ എക്സാംസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആദ്യത്തെ 4 ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ, വളരെ പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. 4 ക്വസ്റ്റ്യൻസുകളാണ്, ഒരു ഡെറിവേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും 100% നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ 4 ക്വസ്റ്റ്യൻസും നല്ലപോലെ തെറോ ആയിട്ട് പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. 100% നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒന്നാമത്തെ ക്വസ്റ്റിനോട് നമ്മൾ പോവാണ്. സ്റ്റേറ്റ് ഗോസസ് ലോ ഡിറൈവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സാറേ, സ്റ്റേറ്റ് ഗോസസ് ലോ എല്ലാവർക്കും അറിയുന്നതാണ്. ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എന്താണ് സാറേ ഗോസസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ടോട്ടൽ ചാർജ്, അതായത് നമ്മളിപ്പോൾ ഒരു എൻക്ലോസ് ചെയ്ത ഒരു സർഫസിനുള്ളിൽ എത്രത്തോളം ചാർജ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം സാറേ? ഗോസസ് ലോ നമുക്ക് ഉപയോഗിക്കാം. അതായത് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രിക് ഫ്ലക്സ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിനുള്ളിലുള്ള ചാർജിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇയാൾ ആരാ സാറേ? ദാറ്റ് ഈസ് ഫ്ലെക്സ് ആണ്. ഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ആണ്. അതായത് എന്ത് നോക്കിയാൽ മതി? ഫ്ലെക്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ടോട്ടലായിട്ട് എൻക്ലോസ് ചെയ്യപ്പെട്ട ചാർജിനെ കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് കിട്ടും. അതാണ് ആര് പറഞ്ഞു തരുന്നത് സാറേ? ഗോസസ് ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. ശരിയല്ലേ? അപ്പോൾ ഗോസസ് ലോ നിങ്ങൾക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെച്ചതുമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ എന്താണ്? ഡിറൈവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. സോ ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ ഞാൻ എടുക്കുകയാണ്. ധാരാളം ചാർജുകളുണ്ട്. യെസ്, ധാരാളം ചാർജുകൾ. ആദ്യം ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഏതൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിലോ, നിങ്ങളിപ്പോൾ ഒരു ഷീറ്റ് എടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ സ്ഫിയർ എടുക്കുകയാണെങ്കിലോ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അവിടെ ഒരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം തന്നെ നിങ്ങളൊരു സിലിണ്ട്രിക്കൽ ഗോഷ്യൻ സർഫസ് നിങ്ങളിവിടെ കൺസിഡർ ചെയ്യുന്നു. ശരിയല്ലേ? അപ്പോൾ ഇവിടുന്ന് ഈ ഒരു R ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിയാൽ അറിയാം, ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്, ഏരിയയും അതേ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, പുറത്തേക്കാണ്. അതുകൊണ്ട് ഈ ഏരിയനകത്തൂടെയുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്ത് എടുക്കേണ്ട? ഫ്ലെക്സ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സർഫസ്, ആ സർഫസിലൂടെയുള്ള ഫ്ലെക്സ് മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. സോ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ എന്താണ്? ഇ ഡോട്ട് ഡി എസ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ശരിയല്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ ഇൻ്റഗ്രൽ ഡി എസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ശരിയാണോ? അതെ. ഈ പറയുന്ന ക്ലോസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ എന്തായിരിക്കും? സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇ ഇൻറ്റു ദാറ്റ് ഈസ് 2πRL. ശരിയല്ലേ? സിലിണ്ടർ അല്ലേ? ക്യൂ ബൈ എപ്സിലോൺ 0. അങ്ങനെയാണെങ്കിൽ സാറേ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഇവിടെ ലീനിയർ ആയിട്ടാണ് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ ചാർജിനെ, ഈ ടോട്ടൽ എൻക്ലോസ് ചെയ്യപ്പെട്ട ചാർജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ക്യൂ ബൈ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. സോ അതുകൊണ്ട് തന്നെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ എൽ എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ശരിയാണ്? അതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ലാംഡ എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 ദാറ്റ് ഈസ് ഇ ഇൻറ്റു 2πRL. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാം. ലാംഡ എൽ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്തോളാം. ആദ്യം തന്നെ എൽ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ലാംഡ ഡിവൈഡഡ് ബൈ 2π എപ്സിലോൺ 0R. ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള. ദാറ്റ് ഈസ് ഡിറൈവ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രേറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ R ഡിസ്റ്റൻസ് അകലെയുള്ള ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ, വേറൊന്നും നമുക്ക് ചെയ്യാനില്ല. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഡെറിവേഷനിലോട്ട് പോവുകയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണമെന്ന് നോക്കൂ. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? കൂടെ വളരെ സിമ്പിളായിട്ട് പറയാൻ, ഡിറൈവ് ദ കപ്പാസിറ്റൻസ് ഓഫ് കപ്പാസിറ്റർ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മളോട് പറയുന്നത്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ? അപ്പോൾ ഇവിടെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഇവിടെയുള്ള സാറേ എന്ത് ചാർജ് ഡെൻസിറ്റിയാണ് നമ്മൾ സാറേ അവിടെ സിഗ്മയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി ദാറ്റ് ഈസ് ക്യൂ ബൈ എ ആണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ് ദാറ്റ് ഈസ് ക്യൂ ബൈ എ. നേരത്തെ നമ്മൾ പറഞ്ഞത് ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിരുന്നു. ദാറ്റ് ഈസ് ക്യൂ ബൈ എൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ പ്ലസ് സിഗ്മയാണെങ്കിൽ ഇവിടെ മൈനസ് സിഗ്മ നമുക്ക് വിളിക്കാം. ഇവിടെ പോസിറ്റീവ് ചാർജാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്, ഇവിടെ നെഗറ്റീവ് ചാർജാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് നമുക്ക് വിചാരിച്ചാൽ മതി. പ്രശ്നം കഴിഞ്ഞു.
അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ് സാറേ ഇലക്ട്രിക് ഫീൽഡിന് നമ്മൾ ഇക്വേഷൻ പഠിച്ചത്, അതായത് സിഗ്മ ബൈ എന്തായിരുന്നു എപ്സിലോൺ സീറോ. അത് ഇതിന് ഡെറിവേഷൻ ഷീറ്റുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ നടന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നേരത്തെ നമ്മൾ എന്താ ലീനിയർ ചാർജിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്, അതായത് ലോങ് വയറിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഷീറ്റിനെ കുറിച്ച് നിങ്ങൾ നോക്കി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഷീറ്റുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈ ഈക്വൾ ടു സിഗ്മ ബൈ എപ്സിലോൺ സീറോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താ സിഗ്മയ്ക്ക് പകരം ക്യൂ ബൈ എപ്സിലോൺ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈക്വൾ ടു ക്യൂ ബൈ എ എപ്സിലോൺ സീറോ എന്ന് എഴുതാം. ഇനിയിപ്പോൾ സാറേ ഇലക്ട്രിക് ഫീൽഡും വിയും തമ്മിൽ എന്താ റിലേഷൻ? പൊട്ടൻഷ്യൽ, ദറ്റ് ഈസ് വി ഈക്വൾ ടു ഇ ഇൻറ്റു ഡി ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ വി ഈക്വൾ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ബൈ എ എപ്സിലോൺ സീറോ ആണ് ഇൻറ്റു ഡി ചെയ്യാം. ദാറ്റ് ഈസ് ക്യൂ ഡി ബൈ എ എപ്സിലോൺ സീറോ നമുക്ക് എഴുതാം. ഇനി വളരെ സിമ്പിളാണ്, വി കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം സാറേ? കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ബൈ വി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ ഉണ്ട്, ക്യൂ ഡി ബൈ എ എപ്സിലോൺ സീറോ. ദാറ്റ് ഈസ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എപ്സിലോൺ സീറോ ബൈ ഡി എന്ന് വരും. സോ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് സാറേ സി ഈക്വൾ ടു എ എപ്സിലോൺ സീറോ ബൈ ഡി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിറൈവ് ചെയ്ത് വെക്കാൻ പറ്റി. ക്ലിയർ ആണല്ലോ? യെസ്, ഫൈൻ. അങ്ങനെയാണ് സാറേ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. സാറേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയണത്? ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇലക്ട്രിക് കറണ്ട് ഐ വി ഡി, അതായത് ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഐ ഈക്വൾ ടു എന്നെ വിടി, നമുക്കറിയാം ജെ ഈക്വൾ ടു നീ വിട് എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ഡെറിവേഷൻ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒന്നായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയി? സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു കണ്ടക്ടർ എടുക്കുന്നു. ആ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് നിങ്ങൾ വിചാരിക്കുക L ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ A എന്ന് വിളിക്കുന്നു. സോ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഇൻറ്റു L എന്ന് പറയാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ലെറ്റ് എൻ ബി ദ നമ്പർ ഓഫ്, ശ്രദ്ധിക്കണേ, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് സ്മോൾ എൻ എന്ന് വിളിക്കാം, സ്മോൾ എൻ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസോ? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി സാറേ? വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി സാറേ. എൻ ഇൻറ്റു എ എൻ ടു എൽ ചെയ്ത് കഴിഞ്ഞാൽ, എൻ ഇൻറ്റു വോളിയം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും സാറേ? ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസുകൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സാറേ? ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് നമുക്ക് കണ്ടുപിടിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ല, ടോട്ടൽ ചാർജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മാത്രം മതി സാറേ? ടോട്ടൽ നമ്പർ ഓഫ് ചാർജ് Q ഈക്വൾ ടു എന്ത് മാത്രം ചെയ്താൽ മതി? N അവിടെ ഉണ്ട്, A ഉണ്ട്, L ഉണ്ട്, ഇലക്ട്രോണിൻ്റെ ചാർജ് E, അത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. സോ ടോട്ടൽ ചാർജ് നമുക്ക് കിട്ടി Q ഈക്വൾ ടു NaLe എന്ന് പറഞ്ഞ് കിട്ടി. ഇനി ഈസിയാണ് സാറേ. ടൈം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാറേ നോക്കൂ, ഇവിടുന്ന് L ലെങ്ത് ആണ് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നത്. ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണെന്ന് വിചാരിക്കുക. സോ L ലെങ്ത് ട്രാവൽ എത്ര സമയം എടുക്കും? T ഈക്വൾ ടു L ബൈ വി ഡി, ലെങ്ത് ബൈ വെലോസിറ്റി എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ T ഞാൻ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്? കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈക്വൾ ടു Q ബൈ T. Q ഇവിടെ ഉണ്ട്, T ഇവിടെ ഉണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I ഇസ് ഈക്വൾ ടു Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NaLe ഡിവൈഡഡ് ബൈ L ബൈ വി ഡി. സോ L ക്യാൻസൽ ചെയ്യാം. I ഈക്വൾ ടു NaVdE. L ആണ് നമ്മൾ ക്യാൻസൽ ചെയ്തത് കേട്ടോ. L ആണ് നമ്മൾ ക്യാൻസൽ ചെയ്തേക്കുന്നത്. സോ എല്ലും നമ്മൾ ക്യാൻസൽ ചെയ്യാണ്. സോ എല്ലും നമ്മൾ ക്യാൻസൽ ചെയ്തു. E അവിടെ ഉണ്ട്. സോ I ഈക്വൾ ടു NaVdE. വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷൻ ആയിപ്പോയില്ലേ? ഇതിൻ്റെ അകത്ത് തന്നെയാണ് സാറേ വേറൊരു സാധനം കിട്ടാറുള്ളത് സാറേ. എനെ നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ I ബൈ A ഈക്വൾ ടു NeVd. സാറേ നീ വിട്, ദാറ്റ് ഈസ് J ഈക്വൾ ടു നീ വിട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഡെറിവേഷൻസ് ആണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ലാത്തതുമാണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ് സാറേ. നാലാമത്തെ ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാ സാറേ? ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു ലോങ് പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതുപോലെ തന്നെ ഡിഫൈൻ 1 ആംപിയർ. ഇതിന് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ് ഡിഫൈൻ 1 ആംപിയർ എന്ന് പറയുന്നത്. അത് 1 ആംപിയർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, എന്താണ് സാറേ? നമ്മൾ ആദ്യം തന്നെ രണ്ട് ലോങ് പാരലായിട്ടുള്ള
കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുക്കണം. ഒന്നാമത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ I1 വിളിക്കാം, രണ്ടാമത്തെ I2 വിളിക്കാം. ഇവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അതായത് ഇതിൻ്റെ വാനിറ്റി ഫീൽഡാണ് ഇയാൾ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വാനിറ്റി ഫീൽഡ് എന്ന് പറഞ്ഞാൽ B1 ഈക്വൾ എത്രയാണെന്ന് വിചാരിക്കും? ദാറ്റ് ഈസ് μ0 ഇൻറ്റു I1/2πd. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എത്രയായിരിക്കും? സാറേ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ലെങ്ത് L ഓഫ് വയർ, അതായത് L ലെങ്ത് ഉള്ള വയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണ്? ആര് കാരണം സാറേ? വയർ, അതായത് B1 എന്ന് പറയുന്ന B1 എന്ന് പറയുന്ന ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡല്ലേ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഈ B1 എന്ന് പറയുന്നത് കാരണം ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, L ലെങ്ത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് F21. അതിവിടെ എഴുതാം അല്ലേ? F21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 ഇൻറ്റു L ഇൻറ്റു B1 ആണ്. അങ്ങനെയാണെങ്കിൽ സാറേ I2 ഓൾറെഡി അറിയാം. B1 എത്രയാ? B1 എന്ന് പറഞ്ഞാൽ μ0 I1/2πd ഇൻറ്റു I2 ഇൻറ്റു L. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ μ0 I1/2πd. ഇതാണ് സാറേ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നതാണ് μ0 I1/2πd എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ 1 ആംപിയർ ഡിഫൈൻ ചെയ്യാൻ പോവാം. സപ്പോസ് ഈ കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ I1ഉം I2ഉം I1 ഈക്വൾ ടു I1 ഈക്വൾ ടു I2 ഈക്വൾ ടു 1 ആംപിയർ ആണെന്ന് നമ്മൾ കൂട്ടുക. രണ്ടും 1 ആംപിയർ ആണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ F21/FL എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? μ0/2πd മാത്രം അല്ലേ? അതായത് ഇപ്പോൾ ഇവർ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇവർ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് 1 മീറ്റർ ആണെങ്കിൽ D എന്ന് പറയുന്നത് 1 അല്ലേ? സോ D എന്ന് പറയുന്നത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. μ0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4π × 10⁻⁷/2π ചെയ്യുന്ന സമയത്ത് ആ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത് 10⁻⁷, അതായത് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് ഫോഴ്സ് എങ്കിൽ. ആ പറയുന്ന രണ്ട് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്ന രണ്ടിലും കൂടെ. ആ രണ്ട് കറണ്ടും സെയിം ആണ് ഫ്ലോ ചെയ്യുന്നത്. അവർ തമ്മിലുള്ള സെപ്പറേഷൻ 1 മീറ്റർ ആണ്. കൂടാതെ എന്താണ്, അവർ തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അത്രയും ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവിടെ ഒഴുകുന്ന കറണ്ട് എത്രയായിരിക്കും? 1 ആംപിയർ കറണ്ട് ആയിരിക്കും. അങ്ങനെയാണ് 1 ആംപിയർ കറണ്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഇത്രയും പോയിൻ്റാണ് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടത്. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ട് നമ്മൾ 4 ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് ഇനി നമ്മൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഈ ഒരു ചാപ്റ്ററുകളിൽ നിന്ന് ഈ ഡെറിവേഷൻസ് ഒരിക്കലും പഠിക്കാതെ പോരുത്. അപ്പോൾ നമുക്ക് ചെയ്യാം. മറ്റൊരു കാര്യമായിട്ട് നമുക്കൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു.